നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കേരള കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കക്കല്ല്. മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായി കൊടുമുടി ഇരാറ്റുപേട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. മീനച്ചിൽ താലൂക്കിലെ മൂന്നിലവ് തലനാട് ഗ്രാമങ്ങൾക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിലൊന്നായ ഇത് ഏകദേശം 4000 അടി ഉയരത്തിൽ 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയി അടുക്കം വഴി ഇല്ലിക്കക്കല്ലിലെത്താം. മുകളിലെത്താൻ ഏകദേശം 1 മണിക്കൂർ കാൽനട യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ ഇല്ലിക്കക്കല്ലിലേക്ക് ബൈക്കിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലിക്കക്കല്ലിൻ്റെ മറുവശത്തേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. റോഡ് ഇവിടം വരെയേ ഉള്ളൂ. ബൈക്ക് ഇവിടെ വെക്കണം. ഇവിടുന്ന് ഒരു ഉദ്ദേശം 2 കിലോമീറ്ററുകളോളം കാൽനട യാത്ര ചെയ്താൽ മാത്രമേ ഇല്ലിക്കക്കല്ലിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ചുറ്റും മനോഹരമായ കാഴ്ചകൾ, മനോഹരങ്ങളായ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത് ടോപ്പ് പ്രദേശങ്ങളുടെ ഉയരം കൂടിയൊരു ഭാഗം കൂടിയാണ്. ഇവിടെ നിന്നാണ് ഇല്ലിക്കക്കല്ലിലേക്കുള്ള കാൽനട യാത്ര ആരംഭിക്കേണ്ടത്. ഇപ്പോൾ നട്ടുച്ച സമയമാണ്. ഈ നല്ല വെയിലുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഒന്നെങ്കിൽ രാവിലെ വരണം, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വരണം. എന്തായാലും വന്നതല്ലേ എന്ന് കരുതി ഞങ്ങൾ ഇല്ലിക്കക്കല്ലിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് വഴി, മുകളിലേക്കുള്ള വഴി. കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്. പോരാത്തിന് നല്ല വെയിലും. ഞങ്ങളാണെങ്കിൽ ഒരു കുപ്പി വെള്ളം പോലും എടുത്തില്ല. വളരെ ചൂടാണ്. നട്ടുച്ചയാണ്, നല്ല വെയിലാണ്. ഇവിടെ ഇന്ന് ഉച്ച സമയമായതുകൊണ്ട് സഞ്ചാരികൾ തീരെയില്ല ഇന്ന്. കാരണം ഇത് ഇല്ലിക്കക്കല്ലിലേക്കുള്ള മെയിൻ എൻട്രൻസ് അല്ല, ഇത് ഇല്ലിക്കക്കല്ലിൻ്റെ മറുവശത്തേക്കുള്ള എൻട്രൻസാണിത്. പൊതുവെ സഞ്ചാരികൾ ഇവിടെ കുറവാണ്. മാത്രമല്ല, മുൻഭാഗത്തുകൂടി പോകുമ്പോൾ ഇത്രയും ദൂരം നടക്കണ്ട. അവിടെ 1 കിലോമീറ്ററോളം നടക്കണമെങ്കിൽ ഇവിടെ 2 കിലോമീറ്ററുകളോളം ചെരിവുള്ള പാറകളിലൂടെ നടന്നു വേണം ഇല്ലിക്കക്കല്ലിൻ്റെ മറുവശത്തെത്താൻ. ഈ ഒരു മരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഒരൊറ്റ മരം പോലുമില്ല. ചൂടെന്ന് പറഞ്ഞാൽ ഫുൾ ചൂടാണ്, വെയിലാണ്. നമുക്ക് തണൽ പറ്റിയിരിക്കാൻ ഒരു മരം പോലുമില്ല. അതുകൊണ്ട് എന്തായാലും വെയിലുള്ള സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുക. ഒന്നെങ്കിൽ രാവിലെ കയറണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് ശേഷവും. ഇവിടെയെല്ലാം അസാധ്യമായ സീനറിയാണ്. എവിടെ നോക്കിയാലും വിശാലമായ സീനറികൾ മാത്രം. ഇല്ലിക്കൽ മലയുടെ പ്രധാന പാറയുടെ പകുതി ഭാഗം അടർന്നു വീഴുന്നതിനാൽ നേരത്തെ ഉണ്ടായിരുന്ന പാറയിലെ പകുതി ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ നിന്നും ഒഴുകിയിറങ്ങുന്ന നിരവധി നീർച്ചാലുകളാണ് മീനച്ചിലാറായി മാറുന്നത്. കൊടുമുടിയുടെ മുകളിൽ നിന്നും അറബിക്കടൽ ഒരു നേർത്ത വര പോലെ കാണാം. അതും നല്ല സണ്ണി ക്ലൈമറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ. തലനാട് വഴിയും മയ്യമ്പാറ വഴിയും ഇല്ലിക്കൽ കല്ലിലെത്താം. അപരിചിതമായ ഭൂപ്രദേശത്ത് കൂടിയുള്ള ഡ്രൈവിംഗ് അനുഭവത്തിൻ്റെ അഭാവം, കുത്തനെയുള്ള വളവുകളിലും ചെരിവുകളിലും മുന്നറിയിപ്പ് ബോർഡുകളിലെ കുറവ്, റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പുല്ലുകൾ എന്നിവ ഇവിടേക്കുള്ള യാത്ര ദുഷ്കരമാക്കുന്ന ചില ഘടകങ്ങളാണ്. ഇല്ലിക്കക്കല്ലിന് സമീപത്താണ് കട്ടിക്കയം വെള്ളച്ചാട്ടം, ഇലവീഴ, പൂഞ്ചിറ, വാഗമൺ എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ഈ കൊടുമുടിയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്ന് പ്രാദേശികമായൊരു വിശ്വാസമുണ്ട്. ഇതിലൂടെ കയറിപ്പോകുന്നത് വലിയ റിസ്ക്കാണ്. വളരെ വീതി കുറഞ്ഞ വഴിയാണ്. ഇരുവശങ്ങളിലും ഭയങ്കരമായ കൊക്കയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഈ മലയുടെ ടോപ്പിലേക്കാണ് ഞങ്ങൾ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ദുർഘടകം പിടിച്ച പാതയാണ്. ഞങ്ങൾ അവസാനം അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ലിൻ്റെ കാഴ്ച എങ്ങനെയാവുമെന്ന് അറിയാൻ വേണ്ടി മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. കയ്യിലാണെങ്കിൽ ഒരു കുപ്പി വെള്ളം പോലും ഇല്ല. അതുകൊണ്ട് വളരെ ത്യാഗം സഹിച്ചാണ് നടപ്പ്. 2 സൈഡിലും ഭയങ്കരമായ കൊക്കയാണ്. ഇതിൻ്റെ ടോപ്പിലെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ടോപ്പെന്ന് പറയുന്നത് ശരിക്കും ഇല്ലിക്കക്കല്ലിനേക്കാൾ ഉയരത്തിലാണ് ഇതിൻ്റെ ടോപ്പ്. ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞ് ഇല്ലിക്കക്കല്ല് നമ്മളെക്കാളും താഴെയാണ്. അങ്ങനെ ഏകദേശം ഇതിൻ്റെ ഹൈറ്റിൽ ഞങ്ങൾ എത്താറായി. ഇതിൻ്റെ ഹൈറ്റിൽ നിന്ന് ഇല്ലിക്കക്കല്ലിനെ എങ്ങനെ കാണാം? അതാണ്ട് ഇല്ലിക്കക്കല്ലിൻ്റെ
മുകൾഭാഗം കാണാം. ഇതാണ് ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ മറുവശത്ത് നിന്നുള്ള കാഴ്ച. അമ്പോ, ഇതാണ് ഇല്ലിക്കക്കല്ല്. ഇതിൽ കൂടുതൽ അടുത്ത് പോകാനുള്ള വഴിയില്ല.